ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർ എന്തോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. കുറേ നാൾ ആലോചിച്ച് പ്ലാൻ ചെയ്താണ് ഈ ഒരു തീരുമാനം എടുത്തേക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തീരുമാനം പെട്ടെന്നുണ്ടായതല്ല, കുറേ ടൈം എടുത്ത് ആലോചിച്ച് ചിന്തിച്ചാണ് ഇവർ ഒരു തീരുമാനം എടുത്തത്. ഈ ഒരു തീരുമാനം തേർഡ് പാർട്ടി റിലേറ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ കാര്യവും റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനമാണിത്. ഇവിടെ ഒരാൾക്ക് വേദനയും ഒരാൾക്ക് നല്ലതുമാണ് ഈ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ തീരുമാനം എന്തായാലും മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, കംപ്ലീഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇവരുടെ ഹൃദയം എന്താണ് ഇവരോട് പറയുന്നത്, അതാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടി ഇവർ ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിച്ചു. ഒത്തിരി ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തത്. ഇവിടെ എന്താണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ ഇവരുടെ കൺഫ്യൂഷൻ അവസാനിക്കാൻ പോകുന്നു. ഇനി ഇവർക്കൊരു കൺഫ്യൂഷനും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സൈഡ് തേർഡ് പാർട്ടി സിറ്റുവേഷനോ ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇവരുടെ മനസ്സ് പറയുന്നത് ഇവരോട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യുവാനാണ്. കുറേ കാത്തിരുന്നു, ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇവരുടെ ജീവിതത്തിൽ സന്തോഷം ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണിപ്പോൾ. ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുന്നത് ഇവരുടെ സന്തോഷം എന്താണോ അത് ചൂസ് ചെയ്യുവാനാണ് ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുന്നത്. ഇവരുടെ ഡിസിഷൻ എന്താണോ അതിനുവേണ്ടി ഇവർക്ക് ഒറ്റയ്ക്ക് സ്റ്റാൻഡ് എടുക്കേണ്ട ആ ഒരു അവസ്ഥയിലാണിപ്പോൾ. അതിന് ഇവർക്ക് സ്ട്രെങ്ത് ആവശ്യമുണ്ട്. അപ്പോൾ രണ്ട് സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷൻ ഇവർ ചൂസ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളാണ്. നിങ്ങൾക്ക് നേരെ യൂണിയൻ ആവണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ഇവിടെ വൈബ്രേഷൻ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ഒരു മഹിളയാണ്. ആ ഒരു മഹിള മാക്സിമം ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒബ്സ്റ്റിക്കൽ ഉണ്ടാക്കാനും എങ്ങനെയെങ്കിലും നിങ്ങളെ തമ്മിൽ പിരിക്കാനും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അവരെ മാക്സിമം കൺവിൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും കൺവിൻസ് ആകണമെന്നാണ്. ഇവിടെ ആ ഒരു ലേഡി എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ പറയുന്നത് ഇവർ കേൾക്കണം, അങ്ങനെ ഒരു അവരുടെ കൺട്രോളിൽ ഇവർ വരണം, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു ലേഡി ഉള്ളത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ട് കളയുവാൻ വേണ്ടി ഇവർ ഒത്തിരി വഴക്കിടുന്നു നിങ്ങളുടെ പേഴ്സണോട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു എനർജി ഉണ്ട്. അവരുടെ ഇഷ്ടം സാധിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും അവർക്കൊരു കുഴപ്പവുമില്ല. അങ്ങനെയുള്ള ആ ഒരു എനർജിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതൊരു ലേഡിയാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ചിലപ്പോൾ വീട്ടിലുള്ള ഫാമിലിയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ആളായിരിക്കാം. അത് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി സ്വിച്ച് ആയിട്ടുണ്ട്, അതേപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും സ്വിച്ച് ആയിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് ഭയങ്കര ഡിസോർട്ടഡ് ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടായിരുന്നത്. മാസ്കുലിൻ എനർജി ആയാലും ഫെമിനൻസ് എനർജി ആയാലും മുമ്പ് നിങ്ങൾ ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടായിരുന്നത്. അതായത് ഭയങ്കരമായിട്ട് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളുടെ പിറകെ പോവുക, എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയില്ലേ, അങ്ങനെ അതിൻ്റെ പിറകെ പോവുക, ബന്ധങ്ങൾക്കൊരു വിലയും കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡിസയർ ഉണ്ടായിരിക്കും. ഒരു ഡിസയർ നിങ്ങൾ ഫുൾഫിൽ ആവും മുമ്പേ തന്നെ അടുത്ത ഡിസയർ ചിന്തിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ ജലസി ആയിട്ടുള്ള ആളായിരിക്കും. അല്ല എങ്കിൽ മൾട്ടിപ്പിൾ അഫെയർ നിങ്ങൾ വയ്ക്കുന്നുണ്ടാകും. അതായത് ഒരു ഡെഡിക്കേഷൻ ഇല്ല, ലോയലിറ്റി ഇല്ല, അങ്ങനെയൊക്കെ. അതായത് നിങ്ങൾക്ക് ഇവരെ ഇഷ്ടപ്പെട്ട് ഇവരോട് ബന്ധം വെച്ചു, അവരെ ഇഷ്ടപ്പെട്ട് അവരോട് ബന്ധം വെച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അത്രമാത്രം സുന്ദരിയും മനോഹരിയും ആയതുകൊണ്ടാണ് എൻ്റെ പിറകെ ഇത്രയും ആൾക്കാർ വരുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ കൂടെയെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, തലക്കനം. അതായത് അവരുടെ കയ്യിലെല്ലാം ഉണ്ട്, പവറുണ്ട്, പൊസിഷനുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു അഹങ്കാരം അവർക്ക് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള എനർജി. ഇനി ഡിവൈൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലൊരു പഴം ഇരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ രണ്ട് പട്ടികൾ, തെരുവിലുള്ള പട്ടികൾ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളത് കഴിക്കത്തില്ല. നിങ്ങൾ ആ പഴം ആ ഒരു പട്ടികൾക്ക് കൊടുക്കും, കാരണം അവർ വിശന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഡിവൈൻ എനർജി. അതായത് എല്ലാത്തിനോടും ഒരു സ്നേഹം, നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാത്തിനോടും ഒരു സ്നേഹം, അതാണ് ഡിവൈൻ എനർജി എന്ന് പറയുന്നത്.
അതേപോലെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ പോവുകയാണ്. എൻ്റെ ഫോൺ ഒന്ന് എടുക്കുക, എൻ്റെ മെസ്സേജിലൊന്ന് റിപ്ലൈ താ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് നിങ്ങൾ പിറകെ നടക്കുന്നു. അവർ നിങ്ങളെ കാണാത്ത മട്ടിൽ പോകുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള എനർജിയാണ്. അതായത് നമുക്ക് നമ്മുടേതായ ഒരു പവറുണ്ട്. നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് വരണം. ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് പുറത്ത് വരണം. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അതായത് സ്വയം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല ഞാൻ ഈ ഭൂമിയിൽ വന്നത്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വിഷമിക്കാനും എൻ്റെ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കാനും വേണ്ടിയല്ല ഞാൻ ഈ ഭൂമിയിൽ വന്നത്. എൻ്റെ കൂടെ എൻ്റെ വീട്ടുകാരും വിഷമിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയല്ല ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഹയർ വൈബ്രേഷനിൽ എത്തുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയവരെല്ലാം നിങ്ങളുടെ പിറകെ വരുന്നത്. നിങ്ങൾ ആദ്യം ഈ ലോവർ വൈബ്രേഷനിൽ നിന്ന് ഹയർ വൈബ്രേഷനിൽ വരാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ട്രൂ ലവ് ആണ്. കാരണം നിങ്ങൾ അവരെ നിങ്ങളിൽ നിന്ന് ദൂരെ മാറ്റിയതിന് ശേഷമാണ് അവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് നിങ്ങൾ ആദ്യം ഡിസ്ട്രോട്ടഡ് എനർജിയിലായിരുന്നു, അവരുടെ പിറകെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ നിങ്ങൾ അത് മതിയാക്കി നിങ്ങൾ കൂടുതൽ കോൺഫിഡൻസ് ആയി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കാതിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളുടെ എനർജി ഇപ്പോൾ കിട്ടുന്നില്ല എന്ന്. അങ്ങനെയാണ് അവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നതും നിങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്റ്റാൻഡ് എടുക്കുവാനും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുകയും ചെയ്തത്. ഇനി ഈ കാണുന്നവരാരെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ നടക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിന്ന് മാറി ഹയർ വൈബ്രേഷനിൽ വരേണ്ടതാണ്. നിങ്ങൾ നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ എനർജി സെൻഡ് ആക്കാതിരിക്കുക. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് ഇവർക്ക് ചേർന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങൾ എന്നാണ്. കാരണം നിങ്ങളിപ്പോൾ ചേസ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡുണ്ട്. ഇപ്പോൾ ലോവർ വൈബ്രേഷനിലല്ല ഉള്ളത്, ഹയർ വൈബ്രേഷനിലാണ്. നിങ്ങൾ വളരെയധികം അസെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അസെൻഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഹയർ വൈബ്രേഷനിലാവുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ നമ്മളോട് കൂടുതൽ അട്രാക്ഷൻ കാണിക്കും. നമ്മൾ ലോവർ വൈബ്രേഷനിൽ പോകുമ്പോൾ ആർക്കും നമ്മളോടൊരു അട്രാക്ഷനും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഹയർ വൈബ്രേഷനിലിരിക്കണമെന്ന്. അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ചേസ് ചെയ്യാൻ പോയതൊക്കെ നിർത്തി നിങ്ങളിപ്പോൾ നിങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. നിങ്ങൾ ഹയർ വൈബ്രേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ എനർജി ഇവർക്ക് കിട്ടാതാവുമ്പോൾ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ വരത്തില്ലേ, ആ ഒരു എനർജിയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ ബാലൻസിലുള്ളവരാണ് എങ്കിൽ ഹാർമോണിയസ് ആയിട്ടുള്ള റീയൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദയവ് ചെയ്ത് തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അതായത് നിങ്ങൾ ചേസ് ചെയ്യാനൊന്നും പോകരുത് പഴയതുപോലെ. അങ്ങനെ ചേസ് ചെയ്യാൻ പോയി ലോവർ വൈബ്രേഷനിൽ പോയാൽ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു യൂണിയൻ വീണ്ടും കട്ടാകുന്നതാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ടൈം തരത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നല്ലൊരു ബന്ധത്തെ നിങ്ങളായിട്ട് തകർക്കരുത്. വീണ്ടും ചേസ് ചെയ്യാൻ പോകരുത്. ഇപ്പോൾ നിങ്ങൾ ബാലൻസിലിരിക്കുമ്പോൾ തന്നെ മുന്നോട്ട് പോവുക. അത് ചില സമയം നിങ്ങൾക്ക് തോന്നത്തില്ല പഴയതുപോലെ ഇൻട്രസ്റ്റ് എൻ്റെ പാർട്ട്ണറിന് എൻ്റെ മേലില്ല എന്ന്. അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുക. അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ അവരിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. അപ്പോഴാണ് അവർ നിങ്ങളുടേക്ക് വരുന്നത്. അത് നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേഷനായിട്ട് ഇരിക്കുമോ, എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ദൂരെ മാറിപ്പോകുമോ അത്രത്തോളം അവർ നിങ്ങളിൽ അട്രാക്ഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി ആക്ഷൻ എന്താണെന്ന് നോക്കാം. എൻ്റെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് 24 മണിക്കൂറത്തേക്കാണ്. അപ്പോൾ ഈ 24 മണിക്കൂർ നിങ്ങൾ കൂടുതലായിട്ട് അവരെ ചേസ് ചെയ്യാൻ പോകരുത്. ചുമ്മാ മെസ്സേജ് അയക്കാൻ പോകരുത്. അവർ ഇങ്ങോട്ട് മെസ്സേജോ കോളോ ചെയ്യുന്നവർ നിങ്ങൾ കുറച്ചൊന്ന് ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുക അവരിൽ നിന്ന്. ഇവിടെ തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ഫാമിലിയാണ്. ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഇവർക്കൊരു ജോലി ഇല്ലായിരിക്കാം, ഇവർ ലൈഫിൽ സ്റ്റേബിൾ അല്ലായിരിക്കാം, അതുകൊണ്ടാണ് ക്യാഷ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് ഒത്തിരി കടങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഏതോ ഒരാൾ തേർഡ് പാർട്ടിയായിട്ട് ഇവരെ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുവാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 24 മണിക്കൂറിനുള്ളിൽ വളരെ റെയറായിട്ട് മാത്രമേ യൂണിയൻ ഉണ്ടാവത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അതായത് ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ 24 മണിക്കൂറിനുള്ളിൽ റീയൂണിയൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് സമയമെടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം കഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ എത്രത്തോളം ഈ ഒരു സിറ്റുവേഷനിൽ സഫറിങ് ചെയ്യുമോ അത്രത്തോളം നിങ്ങൾക്ക് ഇടയിൽ പ്രോബ്ലം വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിയെ വിഡ്രോ ചെയ്തൊരു ആക്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്കിടയിൽ യൂണിയൻ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കും, പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരിക്കലും അവസാനിച്ചിട്ടില്ല, പ്രോസസ്സിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് സോ മച്ച്.